ഹായ് ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ആദ്യമായിട്ടായിരിക്കും ഒരു റെസിപ്പി വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത്. കാരണം വേറൊന്നുമല്ല, ഞാൻ ഓയിസ്റ്റർ മഷ്റൂം വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മഷ്റൂം കഴിക്കാൻ പോകുന്നതും ഞാൻ കുക്ക് ചെയ്യുന്നതും. അങ്ങനെ ഒരുപാട് ആഗ്രഹം തോന്നിയിട്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ ഞാൻ തോരൻ ആയിട്ടാണ് വെക്കുന്നത്, നമ്മുടെ കേരള സ്റ്റൈൽ തോരനായിട്ടാണ് വെക്കുന്നത്. അപ്പോൾ വാങ്ങിയിട്ട് നമ്മളെന്തായാലും ഒരു വട്ടം വെള്ളത്തിലൊന്ന് കഴുകിയതിന് ശേഷം ഒന്നോ രണ്ടോ വട്ടം കഴുകാൻ, ഞാൻ ഒരു വട്ടമേ കഴുകിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലേക്ക് ഒരു അരമണിക്കൂറോളം ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കറിവേപ്പില, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി ചതച്ചത്, സവാള ഞാൻ 2 ചെറിയ സവാള എടുത്തത്. അങ്ങനെ എല്ലാം കട്ട് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം നേരെ ചട്ടി ചൂടാവാനായിട്ട് വെച്ചു. ചട്ടി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായി നമ്മുടെ കടുക് പൊട്ടിച്ചു. അതിനുശേഷം നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളക് ഞാൻ 3 ചെറുതേ പച്ചമുളക് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഒരു 3 അല്ലി എടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് എടുത്തിടുക. സവാള ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഒന്നിളക്കി നല്ലപോലെ വഴറ്റിയെടുത്തിട്ട് കേട്ടോ ഞാൻ പൊടികൾ ചേർത്തത്. അത്യാവശ്യം നല്ലപോലെ വഴണ്ടിയിട്ടുണ്ടായിരുന്നു. കളറ് ചെറുതായിട്ടൊന്ന് ഫെയ്ഡ് ആയതേ ഉള്ളൂ. അപ്പോഴും നല്ലപോലെ വഴറ്റിയിട്ട് നമ്മൾ പൊടികളിട്ടു. പൊടികളെന്ന് പറഞ്ഞാൽ എല്ലാ പൊടികളൊന്നുമില്ല കേട്ടോ. ഞാൻ ആകെ നമ്മൾ തോരൻ വെക്കുമ്പോൾ ഇടുന്ന കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ആ പൊടിയുടെ പച്ചമണം മാറുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഓയിസ്റ്റർ മഷ്റൂം ഇതുപോലെ ഞാൻ പിഴിഞ്ഞ് ഇട്ടിട്ടുണ്ടായിരുന്നു. പിഴിഞ്ഞതിന് ശേഷം ഒരു 2-3 പിടിയുണ്ട് കേട്ടോ. അത് നല്ലപോലെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് അതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി നേരെ അടച്ചു വെക്കുക ചെയ്തത്. അതിനുശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിന് നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിന് നല്ലപോലെ വെള്ളം ഊറി ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നീട് നമ്മൾ തുറന്ന് വെച്ചിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി വേവിച്ചാൽ മതി. കാരണം ഈ വെള്ളം വറ്റിപ്പോണം. കാരണം തോരന് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് വറ്റിയതിന് ശേഷം വെള്ളം ഓൾമോസ്റ്റ് വറ്റി വരുമ്പോഴത്തേക്കിന് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഇളക്കുക. തുറന്ന് വെച്ച് തന്നെ ഒരു 5-10 മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ടാവണം. അത് അത്രയും സമയം എടുക്കുക. ഇരുന്നാലും കുഴപ്പമില്ല, പക്ഷെ അടിക്ക് പിടിക്കാൻ നോക്കുക. അങ്ങനെ വെള്ളമെല്ലാം വറ്റി നല്ല സെറ്റായിട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ഇത് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമുക്കിത് കഴിക്കുമ്പോൾ നല്ല കണവ കഴിക്കുന്ന ഒരു ഫീൽ തന്നെ ഉണ്ടാവും. അടിപൊളിയാണ്. ഇനി ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടിടുക. താങ്ക് യു.